എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുളപ്പിച്ച കടല കൊണ്ട് ചൂണ്ടൽ ഉണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. ആദ്യം നമുക്ക് ഒരു കപ്പ് കടല ഒരു ദിവസം മുഴുവനും കുതിർത്ത് വെക്കണം. അതിനുശേഷം അത് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ അത് മുളച്ച് വരും. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് നാളികേരം. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിൽ എണ്ണ ഒഴിക്കാം. അതിനുശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളകിടാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം എടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. അതിനുശേഷം കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടല അതിലേക്ക് ഇടാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കാം. ഉപ്പ് ഇപ്പോൾ ഇടണ്ട, കുറച്ച് കഴിഞ്ഞ് ഇടാം. ഈ സമയത്ത് ഇടാം. അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി പാകത്തിന് വെന്ത് വന്നു. ഇങ്ങനെ മുളപ്പിച്ച് ചെയ്യുമ്പോൾ കടല കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്താൽ മതി. ഈ മുളപ്പിച്ച കടല വളരെ പോഷക സമൃദ്ധമാണ്. വിളർച്ചയുള്ളവർക്ക് ഇത് കഴിച്ചാൽ മതി, വിളർച്ച മാറും. ആൻറ്റി ഓക്സിഡൻ്റാണ്. അങ്ങനെ പല ഗുണങ്ങളും ഇതിനുണ്ട്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. സ്കൂളും കോളേജും ഒക്കെ വിട്ടുവരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.